RSSനോടുള്ള സമീപനത്തെ ചൊല്ലി നിയമസഭയിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് സർക്കാർ നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് കളമൊരുക്കിയത് കോൺഗ്രസ് ആണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് സഭയിൽ വിശദമായ ചർച്ച നടന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയാണ് സംഘപരിവാർ ജമാഅത്തെ ഇസ്ലാമി വിഷയങ്ങൾ ഉയർന്നത്. ആദ്യം സംസാരിച്ചത് പ്രതിപക്ഷ നേതാവ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു LDF ഗവൺമെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു ലെഫ്റ്റും അല്ല, നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണ്. തീവ്ര വലതുപക്ഷ സർക്കാരാണ്, തീവ്ര വലതുപക്ഷ സർക്കാർ. കോൺഗ്രസ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. വരുന്ന 12-ാം തീയതി CITയും INTUCയും AITUCയും എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭം. കേരളത്തിൽ നിങ്ങളുടെ ശക്തി പൊതുശക്തിയോടൊപ്പം അണിനിരക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? അതിൽ BJPയെ അല്പം സൂചിപ്പിക്കലില്ലേ? S. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോയ വിഷയമുയർത്തി പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അങ്ങ് നേതാവായിരിക്കുമ്പോൾ MLA മാരായിരുന്ന, പാർട്ടിയുടെ MLA മാരായിരുന്ന അൽഫോൺസ് കണ്ണന്താനവും S. രാജേന്ദ്രനും BJP പോയത് അങ്ങ് അറിഞ്ഞില്ലേ? സോണിയാഗാന്ധിക്കെതിരായ പ്രസ്താവന പിൻവലിച്ചാൽ V. ശിവൻകുട്ടിക്കെതിരായ പ്രസ്താവന താനും പിൻവലിക്കാമെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. സമീപകാലത്ത് ആരോഗ്യരംഗത്തുണ്ടാകുന്ന ആരോപണങ്ങളും വീഴ്ചകളും വിഷ്ണുനാഥ് പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടക്കുന്നത് എന്നും വിളപ്പിൽ ശാലയിലെ യുവാവിന്റെ കാര്യത്തിൽ ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി മറുപടി നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.